ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ ഇറാഖിന് ജയം. ബഹ്റൈനെയാണ് ഇറാഖ് തോൽപ്പിച്ചത്. അൾജീരിയയും സുഡാനും തമ്മിലുള്ള മത്സരം സമനിലയിലായി. ജോർദാൻ UAE പോരാട്ടം പുരോഗമിക്കുകയാണ്. ദോഹയിൽ നിന്ന് അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, കഴിഞ്ഞ കളിയുടെ വിശേഷങ്ങൾ, ഇപ്പോഴത്തെ കളി, UAEയും ജോർദാനും തമ്മിലുള്ള മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു? എത്രത്തോളം ആവേശത്തിലാണ്? ജോർദാനും UAEയും തമ്മിലുള്ള മത്സരം ഇപ്പോൾ ഹാഫ് ടൈം പിന്നിട്ടിരിക്കുകയാണ്. അത് ഒരു ഗോളിന്, ഏകപക്ഷീയമായ ഒരു ഗോളിന് ജോർദാൻ മുമ്പിലാണ്. ഇതിനു മുമ്പ് ഗ്രൂപ്പ് സിയിലെ 2 മത്സരങ്ങൾ കഴിഞ്ഞു. ഇത് ആദ്യത്തെ മത്സരം അൾജീരിയയും സുഡാനും തമ്മിലായിരുന്നു. രണ്ടാമത്തെ മത്സരം ഇറാഖും അതുപോലെ ബഹ്റൈനും തമ്മിലാണ്. ആദ്യ മത്സരം അൾജീരിയയും സുഡാനും തമ്മിലുള്ള മത്സരം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് സുഡാൻ ആരാധകരുടെ ഒരു വലിയ ആവേശം കാണാം. എൻ്റെ പിന്നിൽ ഈ അൾജീരിയ, ശക്തരായ അൾജീരിയ എന്ന് പറയുമ്പോൾ ഈ ടൂർണമെന്റിലെ ഫേവറേറ്റുകളായിരുന്നു. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ്. ഈ ചാമ്പ്യന്മാരായ ടീമിനെ 0-0 ഗോൾ രഹിത സമനിലയിൽ തളച്ചു എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ പ്രത്യേകത. അതിൽ അൾജീരിയക്കാർ വളരെയധികം വലിയ ഒരു വിജയം പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നത്തെ മത്സരത്തിനുണ്ടായിരുന്നത്. എൻ്റെ കൂടെ ചില അൾജീരിയൻ ഫാൻസ് കൂടി ചേരുന്നുണ്ട്. ഹായ് ബ്രോ. ഹലോ. യുവർ നെയിം? My name is Zakaria. Yeah. I'm from Algeria, exactly in Sidi Bel Abbas. Yeah. How was the game today? I'm not happy actually because the draw 0-0. The deviation of the match is the red card of Adam Munnes player. I think in next match we will win against Bahrain. Yeah, the red card is a decisive moment in the match, I think. Yeah. The red card is a deviation. അഥവാ ഈ ആദ്യ പകുതിയുടെ അധിക സമയത്ത് അൾജീരിയൻ താരത്തിന് രണ്ടാം റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു. ഇത് മത്സരത്തിൽ ഒരു ഡിസിസീവ് ആയിട്ടുള്ള മൊമെന്റായി, ഒരു നിർണായക മൊമെന്റായി എന്നാണ് ഇവർ അൾജീരിയൻ ഫാൻസ് പറയുന്നത്. ഇന്നലെ ഇവിടെ അൾജീരിയയുടെ വലിയ ആഘോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരുമ്പോൾ ഈ അൾജീരിയയെ സമനിലയിൽ തളച്ചതിൻ്റെ ആവേശവുമായിട്ടാണ് സുഡാനി ആരാധകർ ഇവിടെ ഒത്തുകൂടിയിട്ടത്. ഇവിടെ വലിയ ആഘോഷങ്ങൾ കാണാം. രണ്ടാമത്തെ മത്സരം നടന്നത് ഇറാഖും ബഹ്റൈനും തമ്മിലായിരുന്നു. ഇറാഖ് അവരുടെ ക്യാമ്പയിൻ വിജയത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്നു. ആദ്യ പകുതിയുടെ 10 മിനിറ്റിൽ നേടിയ ഗോൾ, അതുപോലെ ആദ്യ പകുതി അവസാനിക്കുന്ന മുമ്പ് നേടിയ രണ്ടാമത്തെ ഗോൾ, ഈ 2 ഗോൾ ഇറാഖ് ആദ്യം നേടി. പിന്നീട് ബഹ്റൈൻ രണ്ടാമത്തെ പാതിയിൽ തിരിച്ചടിച്ചു 79-ാം മിനിറ്റിൽ. എങ്കിലും ബഹ്റൈന് തോൽവി വഴങ്ങേണ്ടി വന്നു. ഇറാഖ് അവരുടെ ഈ ടൂർണമെൻറ്റിലെ ക്യാമ്പയിൻ വിജയത്തോടു കൂടി ആരംഭിച്ചിരിക്കുകയാണ്. എനിക്ക് അൾജീരിയയുടെ ഈ what is this? This is my scarf of my club Lissan Bea. Liasma Bel Abbas. It is from national team. Okay. അവരുടെ ഒരു നാഷണൽ ക്ലബിൻ്റെ അവരുടെ സ്കാർഫാണ് എനിക്ക് അണിഞ്ഞിട്ടുള്ളത്. ഏതായാലും എനിവേ ഈ ഒരു ആഘോഷത്തിൻ്റെ ലഹരിയിൽ തന്നെയാണ് നിലവിൽ ദോഹയുള്ളത്. മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. UAEക്കെതിരെ ജോർഡാൻ ഹാഫ് ടൈം ആകുമ്പോൾ 1 ഗോളിന് മുമ്പിലാണ്. ഓക്കെ. 1 2 3 viva l'Algérie. 1 2 3 viva l'Algérie. From Saudi Arabia. Saudi Arabia. حياك الله. شكرا حبيبي. സൗദിയിൽ നിന്നുള്ള ആരാധകർ, അൾജീരിയയിൽ നിന്നുള്ള ആരാധകർ, സുഡാനിൽ നിന്നുള്ള ആരാധകർ, മൊറോക്കോയിൽ നിന്നുള്ള ആരാധകർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരാധകരാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ദോഹയിലെ സൂക്ക് വാക്കിഫിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ.